അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത മാരുതി സുസുക്കിയുടെ ഓൾട്ടോ K10 എനിക്ക് നേരിട്ട് കാണാനും അതിൻ്റെ അകത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാനും അതിൻ്റെ പ്രൈസും അതിൻ്റെ സ്പെസിഫിക്കേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് കിട്ടി. ഇത് ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാനായിട്ട് ഇറ്റ്സ് എ റിയലി ഗുഡ് ലുക്കിംഗ് കാർ. അത് മാത്രമല്ല ഇതൊരു വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു റിലീസോടുകൂടി ഈ പറയുന്ന എൻട്രി ലെവൽ സെഗ്മെൻറ്റ് ഭയങ്കര ഇന്ത്യയിൽ അതിൻ്റെ സെയിൽസ് ഭയങ്കരമായിട്ട് ചാർജ് അപ്പ് ചെയ്യും. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് കാർസ് ആകാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം ഇതുപോലത്തെ ഒരു എൻട്രി ലെവൽ കാറിൽ കാണാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾട്ടോയിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ട് അതുകൂടാതെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിങ്ങുമാണ് മാരുതി ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കാറിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇതിൻ്റെ ബുക്കിംഗ് എമൗണ്ട് എന്താണ്, ഇതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് എന്താണ്, ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് എന്താണ്, എത്ര ഇനി EMI വരും, ആ ഡീറ്റെയിൽസ് എല്ലാം അറിയാം. പിന്നെ സ്പെക്കും മൈലേജും എല്ലാ ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ക്വിക്കായിട്ട് ഞാനൊരു ഗിവ് അവേ കൂടി ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് തരുന്നത് ഗിവ് അവേ കോൺടെസ്റ്റിലേക്ക് കിട്ടുന്നത് ഒരു 20,000 mAh മീയുടെ പവർ ബാങ്ക് ആണ്. പിന്നെ ഉള്ളത് ഒരു ബോട്ടിൻ്റെ TWS എയർഡോപ്സ് 148 എന്ന് പറഞ്ഞ ഒരു TWS ഹെഡ്സെറ്റ് ആണ്. അപ്പോൾ ഈ ഒരു കോൺടെസ്റ്റിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ഇത്ര മാത്രം ചെയ്താൽ മതി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ ഡീറ്റെയിൽസുള്ള ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താൽ മതി. ഇതിൻ്റെ വിന്നേഴ്സിനെ ഇതായിരിക്കാം കിട്ടിയിരിക്കുന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ September 30 ചാനൽ വഴി അനൗൺസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ വിന്നേഴ്സിനെ നേരിട്ട് അറിയിക്കുന്നതായിരിക്കും. ഈ കാറിൻ്റെ ലോഞ്ച് ഇവൻ്റ് ഗ്രാൻഡ് ഹ്യാത്തിൽ കൊച്ചിയിൽ കേരളത്തിൽ ലോഞ്ച് ചെയ്യുന്നത് ഗ്രാൻഡ് ഹ്യാത്തിലായിരുന്നു. ബോൾഗാട്ടി പാലസിലെ ഗ്രാൻഡ് ഹ്യാത്തിലാണ് ഇതിൻ്റെ ലോഞ്ച്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലോഞ്ചിനേക്കാളും കുറച്ച് മുമ്പ് തന്നെ എത്തിയോണ്ട് തന്നെ കുറച്ച് നേരത്തെ എത്തിയോണ്ട് തന്നെ ഇതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് അവിടെ ചെയ്യുന്നത് കണ്ടു. ഇതിൻ്റെ ആ ഒരു വെന്യൂ റെഡിയാക്കുന്നതും അതുപോലെയുള്ള ബാക്കിയുള്ള ബാക്ക് ഡ്രോപ്പും മൈക്രോഫോണും എല്ലാം സെറ്റ് ചെയ്യുന്നത് കണ്ടു. അതുകൂടാതെ തന്നെ എനിക്ക് ഈ കാർ കംപ്ലീറ്റ്ലി ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് നേരിട്ട് കാണാനും പറ്റി. പുതിയതായിട്ട് ഇതിൻ്റെ അകത്ത് ഇത്ര ഫീച്ചേഴ്സ് ആഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് കോൺസെപ്ച്വലൈസ്ഡ് ആൻഡ് ഡിസൈൻഡ് ഇൻ ഇന്ത്യ ആണ്. ഇതിൻ്റെ കംപ്ലീറ്റ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ കാർ. പിന്നെ ഇതിൻ്റെ അകത്ത് 2 സ്മാർട്ട് പാക്കേജ് വരുന്നുണ്ട് ആളുകൾക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് 1 ലിറ്റർ K സീരീസ് ഡ്യുവൽ ജെറ്റ് എഞ്ചിനാണ്. 66 bhp ആണ് ഇതിൻ്റെ പവർ വരുന്നത്. 89 Nm ടോർക്കും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ മൈലേജ് തന്നെയാണ്. ഒരു മൈലേജ് കിങ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ARAI സർട്ടിഫൈഡ് മൈലേജ് 24.9 km/L ആണ്. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിന് ഓൾട്ടോയിൽ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് എടുത്ത് പറഞ്ഞെങ്കിൽ 2 എയർ ബാഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പത്തെ ഓൾട്ടോയിൽ സ്റ്റാൻഡേർഡ് ഓൾട്ടോ 800 സ്റ്റാൻഡേർഡായിട്ട് ഒരു എയർ ബാഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് 2 എയർ ബാഗ് ഉണ്ട്. പിന്നെ ABS ഉണ്ട്. ABS ആൻഡ് EBD സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ ഓൾട്ടോയിലും ഉണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റ് വാർണിംഗ് ഉണ്ട്, റിയർ പാർക്കിംഗ് അസിസ്റ്റൻസ് ഉണ്ട്, സ്പീഡ് സെൻസിങ് ഓട്ടോ ഡോർ ലോക്ക് ഉണ്ട്, ഹൈ സ്പീഡ് വാർണിംഗ് അലേർട്ട് ഉണ്ട്. ഇങ്ങനെ കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് കയറി ഇരുന്ന് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ സ്പേസ് ആണ്. കാരണം ഇതൊരു ചെറിയ കാറാണെന്നുള്ളൊരു ഫീലിംഗ് തന്നെ നമുക്ക് തോന്നില്ല. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിനെ ഇവർ കൊടുത്തിരിക്കുന്ന പേര് സ്മാർട്ട് സീറ്റിംഗ് ലേ ഔട്ട് എന്നാണ്. കാരണം അതിൽ ഞാൻ കയറി ഇരുന്നപ്പോൾ തന്നെ തോന്നിയത് ഒരു പെട്ടെന്നൊരു സെഡാനിലൊക്കെ ഇരിക്കുന്ന ഒരു ഫീലാണ്. ഇത്രയും ചെറിയൊരു കാറിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് ബാക്ക് സീറ്റിൽ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയില്ല. പിന്നെ അകത്തേക്ക് കയറിയാൽ തന്നെ ഒരു നല്ലൊരു ഫീലാണ് കിട്ടുന്നത്. ഇതിൻ്റെ സ്റ്റിയറിംഗ് നോക്കണമെങ്കിൽ S-Crossൽ കാണുന്ന പോലത്തെ ഒരു പ്രീമിയം ലുക്കിംഗ് സ്റ്റിയറിംഗ് ആണ് കിട്ടുന്നത്. അതിൻ്റെ ഇതുവരെ ഓൾട്ടോയിൽ കണ്ടിട്ടില്ലാത്ത പോലത്തെ സ്റ്റിയറിംഗ് കൺട്രോൾസും ഉണ്ട്. പിന്നെ ഒരു സ്പീഡോമീറ്റർ കംപ്ലീറ്റ്ലി ഡിജിറ്റലാണ്. അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഓൾട്ടോയിൽ കണ്ടിട്ടില്ലാത്ത കുറേ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞത്. ഡിജിറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് RPM മീറ്റർ വരുന്നില്ല. അതിൻ്റെ സ്പീഡ് ലിമിറ്റും പിന്നെ അതുപോലെ ഫ്യൂൽ ഗേജും അതുപോലെ ട്രിപ്പ് മീറ്ററും എല്ലാം ഉള്ള മിനിമം ഇൻഫർമേഷൻ അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നത്. പിന്നെ എനിക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ 7-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. സാധാരണ എനിക്ക് തോന്നുന്ന എക്സ്പ്രസ്സോയിൽ ഇത് വരുന്നുണ്ട്. അതൊരു സ്റ്റാൻഡേർഡായിട്ട് വരുന്ന 7-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത്. ഇതിൻ്റെ പ്ലാസ്റ്റിക് കുറച്ച് ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. പക്ഷേ ഇതിൻ്റെ ലേ ഔട്ടും ഇതിൻ്റെ ഡിസൈൻ എല്ലാം വളരെ നീറ്റ്ലി ഡിസൈൻഡ് ആണ്. അതിൻ്റെ AC ഓപ്ഷൻസ് ആണെങ്കിലും ഇതിൻ്റെ ഡോർ പോക്കറ്റ്സ് ആണെങ്കിലുള്ള ഒരു ബോട്ടിൽ വെക്കാവുന്ന ഡോർ പോക്കറ്റ്സും സൈഡിൽ കപ്പ് ഹോൾഡേഴ്സ് ഡിസൈൻ വൈസ് നോക്കുമ്പോൾ ഇതിൻ്റെ അതുപോലെ ഇതിലൂടെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു എഡ്ജസിൽ ഒരു സർക്കുലർ ഷേപ്പ് AC വെൻസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു കൈൻഡ് ഓഫ് ഒരു എൻട്രി ലെവൽ സെഗ്മെൻ്റ് എന്ന കാറാണെന്ന് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ തോന്നില്ല. ബോണറ്റ് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അകത്തുള്ളത് വളരെ നീറ്റ്ലി ലേ ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 1 ലിറ്റർ K സീരീസ് ഡ്യുവൽ ജെറ്റ് എഞ്ചിനാണ്. ഇത് സ്റ്റാർട്ടിങ് ചെയ്ത് എനിക്കൊരു സൗണ്ട് വൈസ് എക്സ്ട്രീംലി സൈലൻറ്റ് എഞ്ചിനാണെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ അതിൻ്റെ സൗണ്ട് പ്രൂഫിങ് അതിൻ്റെ ബോണറ്റിൽ ഉള്ളതുകൊണ്ട് ക്യാബിൻ്റെ അകത്ത് തീരെ സൗണ്ട് കേൾക്കുന്നതായിട്ട് എനിക്ക് തോന്നി അകത്തിരുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈസിങ് ആണ് ഇതിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു സെഗ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണാവുന്ന പോലെ തന്നെ
ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 3,99,000 റുപ്പീസാണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. അത് സ്റ്റാൻഡേർഡ് വേരിയൻ്റ് ആണ്, ഏറ്റവും ബേസ് ലെവലായിട്ടുള്ള. പിന്നെ LXI വേരിയൻറ്റിന് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 4,82,000 ആണ്. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഇത് സ്റ്റാൻഡേർഡ് വേരിയൻറ്റിന് പോലും അക്രോസ് എല്ലാ വേരിയൻസിനും ഇതിൽ 2 എയർ ബാഗ്സ് വരുന്നുണ്ട്. അതുപോലെ ABS പ്ലസ് EBD വരുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ബേസ് ലെവൽ, എൻട്രി ലെവലിൽ നമുക്ക് ഇത്രയും സേഫ്റ്റിയൊക്കെ കിട്ടുന്ന, 2 എയർ ബാഗ്സ് ഒക്കെ കിട്ടുന്ന വളരെ നല്ലൊരു ഓഫറിംഗ് ആണ്. ഇതിൻ്റെ പ്രൈസിങ് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ VXI വേരിയൻറ്റിൻ്റെ പ്രൈസിങ് വരുന്നത് 4,99,500 ആണ്. പിന്നെ ഇതിൻ്റെ AMT വേരിയൻ്റ് ഉണ്ട്, ഓട്ടോമാറ്റിക്. അതൊരു CVT പോലത്തെ അങ്ങനത്തെ ഓട്ടോമാറ്റിക് അല്ല, ഇറ്റ്സ് എ ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ, AMT ആണ്. അതിൻ്റെ പ്രൈസ് വരുന്നത് അത് VXIയിൽ മാത്രമേ കിട്ടുള്ളൂ. VXIയിൽ 5,49,500 ആണ് ഇതിൻ്റെ AMT വേർഷൻ വരുന്നത്. പിന്നെ നിങ്ങൾ നേരത്തെ ഞാൻ സ്ക്രീനിൽ കാണിച്ച ഞാൻ കയറി നോക്കി ടെസ്റ്റ് ഡ്രൈവ് അല്ല, അതിനകത്ത് കയറിയ ലുക്ക് ആൻഡ് ഫീലൊക്കെ നോക്കിയാൽ നിങ്ങൾ നേരത്തെ കണ്ട ആ ബ്ലൂ കാർ, അത് K10 VXI പ്ലസ് ആണ്. അതിൻ്റെ ഒപ്പം വീൽ ക്യാപ്പൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് ഞാൻ കണ്ട വേർഷനിൽ വീൽ ക്യാപ്പ് ഇല്ലായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് വീൽ ക്യാപ്പോ അല്ലെങ്കിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് അലോയ് വീൽസൊക്കെ ആഡ് ചെയ്യാം. ഇതിൻ്റെ നമ്മൾ കണ്ട് VXI പ്ലസ് വേരിയൻറ്റ്, കാരണം അതിലെല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതിൻ്റെ പ്രൈസ് 5,33,500 ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ AMT വേരിയൻ്റ് ആണെങ്കിൽ ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിൻ്റെ 5,83,500 ആണ് ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പോൾ പ്രൈസിങ് വൈസ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിബിൽ സ്കോറൊക്കെ 750 എബവ് ഉണ്ടെങ്കിൽ ഒരു 20,000 റുപ്പീസ് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ അത് നിങ്ങൾക്ക് ഈ കാർ സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ EMI ഒക്കെ ഇപ്പോഴത്തെ ബാങ്ക് റേറ്റ്സ് അനുസരിച്ച് വളരെ കുറഞ്ഞൊരു EMI ഇതിൽ വരുള്ളൂ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു എൻട്രി ലെവൽ കാർ നിങ്ങൾ നോക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് എന്തായാലും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ബുക്കിംഗ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 11,000 റുപ്പീസാണ്. ഇതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് കാര്യമായിട്ടില്ല എന്നുള്ളതാണ് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഇതിപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി ഇത് വിതിൻ ലെസ് ദാൻ 1 മന്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ബുക്ക് ചെയ്ത് ഏറ്റവും ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇതിൻ്റെ വീക്സ് ടൈം കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ലോഞ്ച് ഇവൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവിൻ്റെ ഡീറ്റെയിൽസും ടെസ്റ്റ് ഡ്രൈവ് വെച്ചിട്ടുള്ളൊരു ഇൻഡെപ്ത് റിവ്യൂവും ഈ ചാനലിൽ തന്നെ തരുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഈ പറയുന്ന ബോട്ടിൻ്റെ TWS ഹെഡ്സെറ്റും മീഡിയ 20,000 mAh പവർ ബാങ്കും ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. ആകെ ചെയ്യേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ കാർ ഭയങ്കര ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം നേരിട്ട് കാണുമ്പോൾ ഇറ്റ്സ് എ റിയലി ഗുഡ് ലുക്കിംഗ് കാർ. ഒരുപാട് ഫീച്ചേഴ്സ് അവരൊരു എൻട്രി ലെവൽ സെഗ്മെൻറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻ ടേംസ് ഓഫ് പ്രൈസ് ഓൾസോ, പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലും ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ആർക്കും അഫോർഡ് ചെയ്യാവുന്ന തരത്തിലുള്ള പ്രൈസിംഗ് ആണ് മാരുതിൻ്റെ അകത്ത് ഈ കാറിന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാറിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടോ, അതിൻ്റെ ഇൻറ്റീരിയർ ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യമൊക്കെ ഈ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. എന്ത് കമൻറ്റ് ചെയ്താലും ഞാൻ വിതിൻ 24 hours റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലും പോസ്റ്റ് ചെയ്ത് നമുക്കത് ഡിസ്കഷനായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.